പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ വായനയുടെ അവസാന പാദമാണ്: അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ മറ്റൊരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. ഈ രണ്ട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം ഒന്നാമത്തെ വായനയും സുവിശേഷവും നമുക്ക് കാണിച്ചു തരും. രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ഇവരെക്കുറിച്ചുള്ള ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ അതെന്താണ് സംഭവിച്ചതെന്ന് ഒന്നാമത്തെ വായനയും സുവിശേഷവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആദം എങ്ങനെ വീണുപോയി എന്നുള്ളതാണ് ഒന്നാമത്തെ വായനയിൽ നമ്മുടെ മുൻപിൽ നമ്മൾക്ക് തെളിഞ്ഞു കിട്ടുക. ക്രിസ്തു എങ്ങനെയാണ് അതേ സാത്താനെ അവൻ്റെ പ്രലോഭനത്തെ വിജയിച്ചതെന്നതാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. കർത്താവിനോട് സാത്താൻ വയ്ക്കുന്ന വലിയൊരു കാര്യം ഇതാണ്, ചലഞ്ച് ഇതാണ്: നീ ദൈവപുത്രനാണെങ്കിൽ. അത് മറന്നുപോയതുകൊണ്ടാണ് ആദം ഈ പ്രലോഭനത്തിലേക്ക് പെട്ടുപോയത്. സാത്താൻ വന്ന് പറയണത്, സർപ്പം വന്ന് പറയണത്, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, വചനം പറയണ കാര്യം അവൻ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ. ഇനി എന്താ ആവാനുള്ളേ? സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് സ്വന്തം ശ്വാസം ആത്മാവിനെ ഇങ്ങനെ നാസാരന്ധ്രങ്ങളിലൂടെ അകത്തേക്ക് കയറ്റി തൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചൊരു മനുഷ്യൻ ഇനി എങ്ങനെയാണ് ഇതിൽ കൂടുതൽ ദൈവത്തെ പോലെ ആവാൻ പോകുന്നത്? ദൈവത്തിൻ്റെ മകനാണെന്നുള്ള തിരിച്ചറിവ്, ദൈവത്തിൻ്റെ തന്നെ പ്രതിരൂപമാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ആദം ഇങ്ങനെ വലിയ പ്രലോഭനത്തിൽ പെട്ടുപോകുന്നതെന്ന് കാണുന്നു. ഇവിടെ ഞാൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിവ് കിട്ടിയ ഒരാളിങ്ങനെ എല്ലാ പ്രലോഭനങ്ങൾക്കും മീതെ ഉയർന്നു നിൽക്കുന്നത് കാണാം. ക്രിസ്തു എന്തൊരു ആത്മവിശ്വാസമാണ് അവൻ്റെ വാക്കുകളിൽ നിന്ന് നോക്കണം. 40 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ തളർന്നിരിക്കുന്ന ഒരാളുടെ മുൻപിൽ കല്ലെടുത്ത് അപ്പമാക്കാൻ പറയുമ്പോൾ അതേ അത്ഭുത ശക്തിയുള്ള ഈ മനുഷ്യന് ഒരു ഞൊടിയിട കൊണ്ട് ഇത് കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ എനിക്ക് അത്ഭുതങ്ങളുടെ ആവശ്യമില്ലാന്നേ. ഈ സഹനങ്ങളുടെ നേരത്ത്, ഈ പ്രയാസങ്ങളുടെ നേരത്ത് ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള എന്നുള്ള തെളിവ്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവപുത്രനാണെന്നുള്ളത് എൻ്റെ സാക്ഷ്യം ഇതാണ്. ഞാൻ അവനെ തള്ളിക്കളയുന്നില്ല എന്നുള്ളത്. ഈ ഒരു ഡിഫറൻസാണ് അവിടെ നടക്കണേ. എത്ര പെട്ടെന്നാണ് സർപ്പം ആ ഒരു ആദ്യ മാതാപിതാക്കളെ പറ്റിക്കണമെന്ന് കാണുന്നു. നമ്മുടെ മുൻപിലും ഇപ്പോഴും പ്രലോഭനങ്ങളുമായിട്ട് വരുന്നുണ്ട്. ദൈവത്തിന് നിരക്കാത്തത്, എൻ്റെ കർത്താവിന് നിരക്കാത്തത് ആണെങ്കിൽ എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ അപ്പൻ്റെ മകനാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ മകളാണെന്നൊക്കെ ഉറച്ച് വിശ്വസിച്ച് ജീവിച്ച ഒരാളെ സാത്താന് പറ്റിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചുരഹസ്യ പുണ്യവതിയൊക്കെ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ സ്വർഗത്തിലെ ദൈവം എൻ്റെ അപ്പനാണ്. അപ്പന് ഞാൻ ഒരിക്കലും എനിക്ക് തിരിച്ചറിവ് വന്ന കാലം മുതൽ ഞാൻ ഒന്നും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ ആൾ ശ്രദ്ധാലുവായിരിക്കണം. ഞാൻ ചോദിക്കുന്നതൊക്കെ എനിക്ക് തരണം. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഞാൻ എൻ്റെ അപ്പൻ്റെ മകനാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ മകളാണ് എന്ന് തിരിച്ചറിവ് കിട്ടിയ ഒരാൾക്ക് കിട്ടുന്ന ശക്തി ചെറുതല്ല. കർത്താവിനെ കാണണം. പിന്നീട് ഈ ഒരു ശക്തിയോടുകൂടിയാണ് എപ്പോഴും ജീവിച്ചത്. ഞാൻ കുരിശെടുക്കാൻ പോകുന്നു, അവരവിടെ എന്നെ പിടിച്ച് എന്നെ പീഡിപ്പിക്കും, എന്നെ മർദ്ദിക്കും, എന്നെ കുരിശെടുപ്പിക്കും, എന്നെ കുരിശിൽ തറച്ചു കൊല്ലും. എന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എന്നോട് കൂടെയുണ്ടെന്നുള്ളൊരു വചനം അതിങ്ങനെ വായിക്കണം. എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരണത്തിൻ്റെ ആ ഒരു ദേശത്തേക്ക് താൻ മരിക്കാൻ പോകുന്നുവെന്ന് ക്രിസ്തുവിന് കൃത്യമായിട്ട് അറിയാവുന്ന ജെറുസലേമിലേക്ക് കർത്താവ് യാത്ര തുടങ്ങുന്നത് നമ്മൾ കാണും. ബത്ലഹേമിൽ നിന്ന് ജെറുസലേമിലേക്ക്, ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം. ഈ 3 വർഷക്കാലം കൃത്യമായിട്ട് ഈശോയ്ക്ക് അറിയാം താൻ പോകുന്നത് മരണത്തിലേക്കാണെന്ന്. എന്നിട്ടും ഒരു പരാതിയില്ലാതെ, ഒരു പേടിയില്ലാതെ ഈ മനുഷ്യനിങ്ങനെ പറയുന്നുണ്ട്: ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ട്. പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വഴി ഇതാണ്: ഈ അപ്പൻ്റെ കരം പിടിക്കുക.
ഈ അപ്പനെ ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ മതി. മക്കൾ തെറ്റുന്നത് ഇങ്ങനെ അപ്പന്മാർക്ക് ഒന്ന് വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇവർ ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കള് നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ പറ്റും. കാരണം അവർക്ക് കൃത്യമായിട്ട് ആ വഴി അറിയാം. ഈ അപ്പനെ വേദനിപ്പിക്കാത്ത, ഈ അപ്പന് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ മക്കളെ നേരായ വഴിയിലൂടെയും സന്തോഷത്തിലൂടെയും നന്മകളിലൂടെയും ഒക്കെ ജീവിക്കുന്നത് കാണാൻ പറ്റും. ഈ അപ്പനെ സങ്കടപ്പെടുത്താത്ത, ഈ അപ്പനെ നിരക്കാത്ത, ഒന്നും തന്നെ ചെയ്യില്ല എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ ഏതൊരു നാരകീയ ശക്തികളെയും പരാജയപ്പെടുത്താൻ, നരകത്തിൻ്റെ ഏതൊരു പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നേ. അങ്ങനെ ഈ അനുസരണം മൂലം എല്ലാ മനുഷ്യരും നീതിയുള്ളവരായി തീർന്നു, നീതിമാന്മാരായി തീർന്നു എന്ന് വചനം പറയുന്നുണ്ട്. കർത്താവിൻ്റെ അനുസരണം മൂലം, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ, എനിക്കിത് പറ്റണില്ല, എന്നാലും നീ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്യാം, നീ എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിത് ഏറ്റെടുക്കാം, നീ ഇത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം. പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാളെ ഒരു പ്രലോഭനത്തിനും തൊടാൻ പറ്റില്ല. മരണത്തിൽ നിന്നൊക്കെ വഴുതിപ്പോകാനായിട്ട് എത്ര തവണയാണ് പിശാച് കർത്താവിനെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. എനിക്കിത് പറ്റുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു രീതി വരെ എത്തുന്നുണ്ട്. ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള പല പഴുതുകളും കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടും കർത്താവ് ഇങ്ങനെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രലോഭനങ്ങളെ ഒരാൾ അതിജീവിക്കുന്നത് പിതാവിൻ്റെ കരം പിടിച്ചിട്ടാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വായന നമുക്ക് തരുന്നത്. ആ ഒരു പിതാവാണ് എന്നുള്ള, ആ പിതാവിൻ്റെ സാദൃശ്യത്തിലാണ്, ആ ദൈവത്തിൻ്റെ മക്കളാണ് ഞാനെന്നുള്ള സത്യം മറന്നു പോകുന്നതാണ് ഒരാളെ പ്രലോഭനത്തിലും തിന്മകളിലും കൊണ്ട് ചാടിക്കുന്നതെന്നറിയാം. ദൈവത്തിൻ്റെ കരം പിടിച്ച് കൂടെ നടന്നിരുന്ന പറുദീസയിൽ നിന്ന് മനുഷ്യൻ പുറത്താകുന്നത് ഈ മറവി കൊണ്ടാണ്, ഈ ബോധ്യത്തിൽ നിന്നുള്ള തിരിച്ചിറങ്ങിപ്പോക്കുകൊണ്ടാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സാദൃശ്യത്തിലുള്ള അങ്ങയുടെ മക്കളാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ നരകത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ, വിജയിക്കാൻ ഒരു ശക്തി തരണമേ എന്ന അപേക്ഷയോടുകൂടെ കർത്താവിന്റെ ആശീർവാദം കരുത്തുള്ളവരായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൈതൃകം മറന്നു പോകുന്നവരാണ് പിന്നീട് ഇടർച്ചയിലേക്ക് നടന്നു പോകുന്നതെന്നറിയണം. പിതാവിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നവരാണ് പിന്നീട് മറ്റു പലതിൻ്റെയും പിന്നാലെ പാഞ്ഞു നടക്കുന്നതെന്നറിയണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആ ഒരു ചിന്ത തിരിച്ചു കിട്ടുമ്പോഴാണ് ധൂർത്തപുത്രൻ മകനായി തിരിച്ചു വരുന്നതെന്നറിയണം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്നുള്ള ബോധ്യം തരണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ, അങ്ങയുടെ മക്കൾ തന്നെയാണെന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടെ ഈ രാത്രിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ